നമുക്കിന്ന് മുട്ട സ്റ്റൂ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക് 3 ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ചതച്ചാണ് എടുത്തേക്കുന്നത്, വെളുത്തുള്ളി ഇഞ്ചിയല്ല. സവാളയും ഇഞ്ചിയും പച്ചമുളകൊന്നും ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറായിട്ട് മൊരിയരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റൂവിൻ്റെ കളർ മാറും. 6 ബീൻസ് സ്ക്വയറായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ക്യാരറ്റിൻ്റെ പകുതി ഭാഗം ക്യാരറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്യാരറ്റിൻ്റെ. ക്യാരറ്റ് അധികം വേണ്ട കേട്ടോ, മധുരമാവും. ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റോസൻ ഗ്രീൻ പീസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളൊക്കെ മതി കേട്ടോ. ഇതിനി 2ാം പാൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഇപ്പോൾ 2ാം പാൽ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് വേവിക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പും കൂടി ചെറുതായി വറുത്ത് ഒന്ന് പൊടിച്ചതാണ് കേട്ടോ. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഉണ്ടാവും കേട്ടോ നമ്മുടെ മസാല. ഇനി നമ്മളിതിൽ ചേർക്കുന്ന മുട്ട കാടമുട്ടയാണ് കേട്ടോ. ഇനി നമുക്കിതിൽ 1ാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. മുട്ട സ്റ്റൂവിന് 1ാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് അധികം തിളപ്പിക്കണ്ട കേട്ടോ. ഇത്രയും തന്നെ ഒന്ന് തിളച്ചാൽ മതി, തിളച്ച് മറിയണ്ട. അപ്പോൾ നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾ വെള്ളയപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും എടുക്കാം കേട്ടോ.